അരുമയായ നങ്കൻ മന്ത്രങ്ങൾ എഴുതിയ പഴപോലും ഒരു തങ്കത്തകിടല്ലേ നീ. സിനിമയ്ക്ക് വേണ്ടി മദ്രാസിലെത്തുന്ന പെൺകുട്ടികളുടെ ആദ്യകാലങ്ങളൊക്കെ എനിക്കറിയാം. ലേഖ ഒരു എക്സെപ്ഷൻ അവരുടെ ഇല്ല. നാളെ ഭരതമുനിയൊരു കളം വരച്ചു, ഭരതമുനിയൊരു കളം കാട്ടിലെ വെൺതേക്കു പൂക്കും കാട്ടിലെ തേൻവരിക്ക കൊണ്ട് ആകേച്ചും പോകുമ്പോ തന്നതാ. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് ആർക്കറിയാം. അവൻ അന്ത്രപ്പേരിന്റെ തലപ്പുലയനായിരുന്നു. നീ എന്തിനാണ് നിന്റെ അനിയത്തിയെ കെട്ടിച്ചൂടായി പാവക്കപ്പെടുന്നത്? അവളെ ഇനി വിളിച്ചുകൊണ്ട് പോവാ, നമുക്ക് ഇവിടെ താമസിപ്പിക്കാൻ. അവളും കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ. കഴിഞ്ഞ എപ്പിസോഡ് യവനികയെ പറ്റിയാണ് പറഞ്ഞത്. യവനിക മലയാള സിനിമയിലുണ്ടാക്കിയ മാറ്റങ്ങളെ പറ്റിയും മമ്മൂട്ടി എന്ന നടൻ്റെ ഒരു നായക നടനിലേക്ക് സ്ഥിരപ്രതിഷ്ഠ നടത്തിയ ഒരു വേഷമായിരുന്നു മമ്മൂട്ടിയുടെ. അതാണല്ലോ കഴിഞ്ഞ അദ്ദേഹത്തിൽ പറഞ്ഞത്. കരോലിന ഫിലിംസിൻ്റെ ബാനർ ഹെൻറി എന്നൊരാളാണ് ഈ സിനിമ നിർമ്മിച്ചത്. ഒരുപാട് നാടകക്കാരെയും അവരുടെ അനുഭവങ്ങളും ഈ സിനിമയിൽ പ്രതിപാദിച്ചുകൊണ്ട് അതൊരു പ്രത്യേക രീതിയിലാണ് ജനങ്ങൾ ഉൾക്കൊണ്ടത്. അതിൻ്റെ ആവിഷ്കരണ രീതി ഒന്നാണ്. കാരണം നമ്മളൊരു സംഭവം ഒരാൾ പറയുന്ന രീതി വേറെ, നടക്കുന്ന വേറെ, അങ്ങനൊരു പ്രത്യേക രീതിയിൽ ഒരു ഇംഗ്ലീഷ് സിനിമയെ വെല്ലുന്ന രീതിയിലാണ് അതിൻ്റെ ഫോട്ടോഗ്രാഫിയും അതിൻ്റെ ഗാനങ്ങളും എല്ലാം കൊണ്ട് തന്നെ ഒരു ഹിറ്റ് സിനിമ തന്നെയായിരുന്നു യവനിക. അതോടുകൂടി KG ജോർജും മമ്മൂട്ടിയും മലയാളികൾക്ക് പ്രിയങ്കരനായി. പിന്നീട് അപ്പോൾ നമ്മൾ ഇതേപോലൊരു സിനിമ വീണ്ടും എടുക്കാൻ പറഞ്ഞാൽ KG ജോർജ് സാർ എടുക്കത്തില്ല. അതിൻ്റെ ഓരോന്നും ജോർജ് സാറിൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ വിഷയമാക്കുന്നത്. അത് അദ്ദേഹം വായിച്ച സിനിമയാവാം, അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ സംഭവിച്ച കഥ. പക്ഷേ യാഥാർത്ഥ്യത്തിന് കണികളില്ലാതെ ഒരു സിനിമ പോലും KG ജോർജ് എടുത്തിട്ടില്ല. നമുക്ക് എടുത്തു നോക്കാം. പിന്നീട് ആദാമിൻ്റെ ഭാര്യയില്ലെന്നൊരു സിനിമയുണ്ട്. കേൾക്കുമ്പോൾ തന്നെ വരാം, ആദാമിൻ്റെ ഭാര്യയിൽ എന്താണ്? ആദാം പഴയ ബൈബിൾ കഥയിൽ പറയുന്നുണ്ട്, ആദം ഉറങ്ങിക്കിടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ ഊരിയായിട്ടാണ് സ്ത്രീയെ സൃഷ്ടിച്ചെന്നൊരു ബൈബിൾ കഥ പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീ എന്ന പേരിൻ്റെ നിർവചനമാണ് ആദാമിൻ്റെ ഭാര്യയിൽ. അത് വളരെയധികം വിവാദം ഉണ്ടാക്കിയൊരു സിനിമയായിരുന്നു. കാരണം അതിൽ സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള 3-4 സ്ത്രീകളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത്. അതിൽ രാജങ്കെ നായർ അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. ആ സുഹാസിനിയുടെ അമ്മായിയമ്മയായിട്ടാണ്. അപ്പോൾ ആ സ്ത്രീ അവരുടെ ദേഹത്ത് ചിലപ്പോൾ അവരുടെ ഭർത്താവ് കയറും, അല്ലെങ്കിൽ അവരൊരു പുരുഷനായിട്ട് മാറും. അവർ മരുമകളെ അടിച്ചമർത്തുന്ന ഒരു സ്വഭാവമുണ്ട് അവർക്ക്. ആ സമയത്ത് ആരും അങ്ങനെ പ്രത്യേക ഒരു പരകായ പ്രവേശിക്കുന്ന ഒരു ക്യാരക്ടറാണ് രാജംകെ നായർ അമ്മായിയമ്മയുടെ കഥാപാത്രം. അവക്ക് എന്താ അവിടെ ഒരു കുഴപ്പം? അവളെന്താ പട്ടിണി കിടക്കാണോ ഇവിടെ? പട്ടിണി കിടക്കുന്നില്ലെങ്കിലേ അവള് ജോലി ചെയ്തിട്ടാ, ഇല്ലെങ്കിൽ കാണാമായിരുന്നു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങൾ രാവിലെ വണ്ടി കയറി വന്ന് വഴക്കുണ്ടാക്കാനാണോ? കൂടുതലായാലേ എന്റെ വായിലിരിക്കുന്ന എല്ലാം കേട്ടെന്ന് വരും. അമ്മേ, അമ്മ ഒന്നും മിണ്ടണ്ട. ഞാൻ പോവാടി, എനിക്കിതൊന്നും കണ്ടോണ്ട് നിൽക്കാൻ വയ്യ. ആ, എന്നാൽ അതാ നല്ലത്. വെറുതെ വഷളാവണ്ട. ശ്രീവിദ്യയുടെ അസംതൃപ്തമായ വേറൊരു ഭാര്യയുടെ മുഖമാണ് അവിടെ. ആദാമിൻ്റെ ഭാര്യയിൽ ഭർത്താവിനെ അല്ലാതെ വേറൊരാളെ സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യുന്ന, ഈ സദാചാര ബോധത്തെ മറികടക്കുന്ന ഒരു സ്ത്രീയുടെ ദാഹങ്ങൾ എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാം എന്നൊക്കെ കാണിച്ചൊരു കഥാപാത്രമായിരുന്നു അതിൽ ശ്രീവിദ്യ എടുത്ത്. ഞാൻ പൊയ്ക്കോട്ടെ. ആ ബട്ടൺസ് ഒന്ന് അഴിച്ചേ. സൂക്ഷിച്ച് സംസാരിക്കണം.
കോൺട്രാക്ട് കിട്ടാനും ബില്ല് പാസ്സാക്കാനും മലമ്പുഴയിലും പീച്ചിയിലും കോവളത്തും എന്നെയും കൊണ്ട് നടന്നില്ലേ? രാമകൃഷ്ണൻ, VK നായർ, കൊച്ചുവർക്കി. അതൊക്കെ സൂര്യ എന്നൊരു കഥാപാത്രമുണ്ട്, സൂര്യ എന്ന നടിയുടെ. അവർ ജോലിക്കാരിയാണ്. ആ ജോലിക്കാരുടെയും ഒരു അന്തസത്ത ആദ്യമായിട്ടൊരു മലയാള സിനിമയിൽ കാണിക്കുന്നത് ഇതിനകത്തായിരിക്കും. നിന്റെ ഒരു മട്ട കണ്ടാ തോന്നൂല തന്നെത്താനെ വയറ് വീർത്തതാണെന്ന്. ഇപ്പൊ മാസം എത്രയെ കാണും? നിന്റെ മാസം കൂടെ തെറ്റിയിട്ട് നാളെ എത്ര ആയെന്ന്. അപ്പൊ ഈ പലതരം സ്ത്രീകളുടെ ഒരു മനഃശാസ്ത്രപരമായ പരിചയത്തിൽ കൂടി പോകുന്ന ഈ സിനിമയുടെ ഒരു അവസാനം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. കാര്യം ഇതിലെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ അവസാനം ഈ സ്ത്രീകളെല്ലാം സൂര്യ ഉൾപ്പെടുന്ന കുറേ ആർട്ടിസ്റ്റുകൾ ഈ KG ജോർജ് ഇതിൻ്റെ അവസാനത്തെ ഫ്രെയിം KG ജോർജ് ക്യാമറയുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ കുറേയധികം ആൾക്കാർ ഈ ക്യാമറയിലേക്ക് വന്നിട്ട് അന്ന് ഈ ബോർഡ് വെച്ചിട്ടുണ്ട്, ആ ബോർഡ് ലൈറ്റ് അടിക്കുന്ന ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആ ബോർഡിനെയും തള്ളിമറിച്ച് ക്യാമറയും തള്ളിമറിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സിനിമയെ സ്ത്രീകളെ കച്ചവടക്കാർക്ക് ഉപയോഗിക്കുന്ന സിനിമയെ പോലും ഞങ്ങൾ തള്ളിക്കളഞ്ഞ് ഞങ്ങൾ സമൂഹത്തിൻ്റെ മുൻധാരയിലേക്ക് പോവുക എന്ന് പറഞ്ഞ് തള്ളിക്കയറുന്ന ഒരു സിംബോളിക് ഷോട്ടിലൂടെയാണ് അത് അവസാനിക്കുന്നത്. അത് KG ജോർജിന് മാത്രം സാധിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ അതേ തന്നെയാണ് ഇനി അവൾ ഉറങ്ങട്ടെ. ഇനി അവൾ ഉറങ്ങട്ടെ എന്ന് പറയുന്നത് അനുരാധ എന്ന നടി, പിന്നീട് നമ്മൾ അറിയുന്ന വളരെ സെക്സി ഡാൻസറായിട്ടുള്ള നടിയായിട്ടാണ്. പക്ഷേ അവരാദ്യം വന്നത് സാധാരണ ഒരു നല്ല നടിയായിട്ടായിരുന്നു. ഇനി അവൾ ഉറങ്ങട്ടെ, അതും KG ജോർജിൻ്റെ ഒരു വ്യത്യസ്തമായ കഥയാണ്. വീണ്ടും ഒരു സിനിമയുണ്ട്, രാപ്പാടികളുടെ ഗാഥ. അത് പത്മരാജൻ്റെ ഒരു ചെറുകഥയെ ബേസ് ചെയ്ത് പത്മരാജനും KG ജോർജും കൂടെ ഒന്നിക്കുന്ന സിനിമയായിരുന്നു. അത് വിധുബാലയായിരുന്നു അതിലെ നായിക. അതും മലയാള സിനിമയിലെ, പക്ഷേ അത് സിനിമ അധികം വിജയിച്ചില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ സിനിമകളെന്ന് പറയുന്നത് നമുക്ക് എടുത്തു പറയാനുള്ളതൊരു കാര്യം വെച്ചാൽ ഈ പഞ്ചവടിപ്പാലം സിനിമ നമ്മുടെ രാഷ്ട്രീയത്തിലെ അഴിമതികളെ, കള്ളത്തരങ്ങളെ ഇത്രത്തോളം ഹാസ്യവൽക്കരിച്ച് കാണുന്നൊരു സിനിമ മലയാളത്തിൽ ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല. അത് വേളൂർ കൃഷ്ണൻകുട്ടിയുടെ ഒരു ഹാസ്യ നോവലാണ് പഞ്ചവടിപ്പാലത്തിൽ ഗോപി ആണ് പഞ്ചായത്ത് പ്രസിഡന്റ്, നെടുമുടി സംഘവും സുകുമാരി ഇങ്ങനെയുള്ളവരെല്ലാം പഞ്ചായത്തിലെ, ജഗതി ശ്രീകുമാർ പ്രതിപക്ഷം, തിലകൻ, ഇങ്ങനെ അതിലൊരു പാലം കെട്ടുന്നതാണ്. നല്ല ഒരു പാലത്തെ ആ പഞ്ചായത്തിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ഇടിച്ചു പൊളിച്ച് അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ പാലത്തെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് ഒരു തല്ലിപ്പൊളി പാലം ഉണ്ടാവുകയും ആ തല്ലിപ്പൊളി പാലം ഉദ്ഘാടന ദിവസം തന്നെ ഇടിഞ്ഞു വീഴുന്നതാണ് ഇതിവൃത്തം. അതിലെ മന്ത്രിയാണെങ്കിലും ആ പാലം പോയതോടെ കടത്തുകാരനായിട്ട് വരുന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ മകളെ ഒരുത്തന്നെ പോലീസുകാരൻ്റെ ഒളിച്ചോടുന്നു. അങ്ങനെ ഇന്ന് നമ്മുടെ സമൂഹം കാണുന്ന എല്ലാ ദുഷിച്ച് നാറിയ പ്രവണതകളെയും ഹാസ്യാത്മകമായിട്ട് ചിത്രീകരിച്ച ഒരു കഥയാണ് പഞ്ചവടിപ്പാലം. ഗാന്ധിമതി ഫിലിംസിൻ്റെ ബാനറിൽ ബാലൻ നിർമ്മിച്ച ചിത്രമായിരുന്നു. വളരെയധികം പൈസ ചെലവാക്കി, വളരെയധികം 1984 വന്ന ഏറ്റവും നല്ല ചിത്രങ്ങളിൽപ്പെട്ട ഒരു ചിത്രമായിരുന്നു അത്. പക്ഷേ അന്നും അധികം സാമ്പത്തികമായിട്ട് അത് വലിയ വിജയം നേടിയില്ലെങ്കിൽ ഇന്നും പക്ഷേ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന സിനിമ ഇന്ന് നടക്കുന്നതിൻ്റെ ഒരു നേരിയ പരിചയം തന്നെയായിരുന്നു അദ്ദേഹത്തിന്. കൊച്ചു പിള്ളേർക്ക് വഴിയിലിറങ്ങാൻ വയ്യെന്നായോ? താന്റെ കൊച്ചിനെ ചീത്ത പറഞ്ഞു അല്ലേ? അയ്യോ, ഞാൻ അറിഞ്ഞില്ല. നിന്റെ കൊച്ചായിരുന്നു പൂതനെ. എന്റെ തന്നെ, തന്റേതല്ല. എന്റെ ഒരു പൗരബോധം കൊണ്ട് അബദ്ധം പറ്റിയതാ. നീ അവരെ എവിടെ വേണ്ടി? എന്നാലേ തന്റെ നെഞ്ചത്തോട്ടിരുത്തട്ടെ. അയ്യോ, അത് വേണ്ട. ഇപ്പൊ തേച്ചെടുത്ത ഷർട്ടും മുണ്ടുവാ. തന്റെ ഈ ഉടുപ്പും കൊണ്ട് ഈ പൂതനെ ഒരു ദിവസം ഉണയ്ക്കും. സർക്കാരല്ലയോ പാലം പണിയുന്നത്? അപ്പൊ നമുക്ക് എന്താ കിട്ടാനാ?
എന്നാ കിട്ടാനാണ്? ഇതോ ആദ്യം പാലം അപകട കമ്മിറ്റി, പിന്നെ പാലം പൊളിക്കൽ കമ്മിറ്റി, അത് കഴിഞ്ഞ് പാലം പണി കമ്മിറ്റി, സ്മാരക കമ്മിറ്റി, പ്രതിമ കമ്മിറ്റി. ആ പ്രതിമ നമുക്ക് മദ്രാസിൽ ഉണ്ടാക്കണം. ലോഡ് ഇറക്കി പോടാ. സാറേ ഞാൻ പാലത്തിലേക്കല്ല, പാലത്തിന്റെ അടിയിലേക്കാ. അവിടെ എന്താ പരിപാടി? എന്റെ രാവിലത്തെ പ്രധാനപ്പെട്ട പരിപാടിയൊക്കെ അവിടെയാ. അപ്പൊ നീയാണ് ഈ പാലത്തിന്റെ അടിവശം വൃത്തിയിട്ടാക്കുന്നത് അല്ലേ? അതെ. ഓടാ, നിങ്ങളാണ് ഇവിടെ കണ്ടുപോയത്. ഓടാ. പുരാതനമായ ഈ പുണ്യദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്തുന്ന നൂറുകണക്കിന് വിശ്വാസികളുടെ സൗകര്യത്തെ മാനിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇവിടെ ഭാവിയിൽ ഒരു സ്കൂൾ വന്നാൽ, ഒരു ആശുപത്രി വന്നാൽ, ഒരു മെഡിക്കൽ കോളേജ് തന്നെ വന്നാൽ, ഒരു പാലമോ റോഡോ ഇല്ലാതെ എങ്ങനെ പറ്റും? പിന്നീട് വേറൊരു സിനിമയുണ്ട്, ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്. ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്ക് നമുക്കെല്ലാം അറിയാം. മലയാളത്തിൻ്റെ പ്രിയ നടി ശോഭ മരിച്ചു. ശോഭയും അദ്ദേഹത്തിന് ശോഭ അഭിനയിച്ച സിനിമ ഡയറക്ടർ ബാലു മഹേന്ദ്ര എല്ലാവർക്കും അറിയാം. യാത്ര, ഓളങ്ങൾ, അങ്ങനെ കുറേ സിനിമകളുടെ ക്യാമറാമാനും ഡയറക്ടറും കൂടായിരുന്നു. അദ്ദേഹം മറ്റൊരു ഭാര്യ ഉണ്ടായിട്ടും ശോഭയെ പ്രേമിക്കുകയും ശോഭയുടെ തീവ്രമായ പ്രണയത്തിന് മുമ്പിൽ എല്ലാം മറക്കുകയും, പക്ഷെ ഒരു സമയം ബാലു മഹേന്ദ്ര ഭാര്യ തിരിച്ചു വന്ന സമയത്ത് ശോഭ അറിഞ്ഞു അത് മറ്റൊരാൾ അവകാശിയാണെന്ന് അറിയുകയും ശോഭ ആത്മഹത്യയും ചെയ്തു. ആ വിഷയത്തെ കേന്ദ്രീകരിച്ചാണ് കെ.ജി. ജോർജ് സിനിമ എടുക്കുന്നത്. ബാലു മഹേന്ദ്ര കെ.ജി. ജോർജിൻ്റെ പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും സത്യസന്ധമായ ഒരു നിരീക്ഷണമാണ് ആ പടത്തിൽ. മലയാള സിനിമയുടെ എല്ലാ വൈകൃതങ്ങളെയും തുറന്നു കാണിക്കുന്ന ഒരു ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്. അത് നളിനി എന്ന നടി ഇടവേളയിൽ കൂടെയാണ് മോഹൻ സാറാണ് കൊണ്ടുവന്നെങ്കിൽ പോലും നളിനിയുടെ അഭിനയ മുഹൂർത്തങ്ങൾ ഏറ്റവും പാരമ്യതയിൽ എത്തിച്ചൊരു പടമാണ് ലേഖയുടെ ഒരു മരണം ഫ്ലാഷ് ബാക്ക് സിനിമ. അത് പ്രേം നസീറിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് മമ്മൂട്ടിയുടെ പ്രേം സാഗർ. അങ്ങനെ മലയാള സിനിമയിലെ അമ്മ താരങ്ങൾ അഹങ്കാരങ്ങളും ഈ കുതികാൽ വെട്ടുകളും എല്ലാം അന്ന് നടിമാരെ കൂട്ടിക്കൊടുക്കുന്ന ബ്രോക്കർമാരും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകളും എല്ലാം നിശ്ചിതമായിട്ട് വിമർശിച്ചുകൊണ്ടുള്ള സിനിമയായിരുന്നു. എനിക്കൊന്ന് സിനിമയെ തന്നെ വിമർശിച്ചിട്ടുണ്ടായിരിക്കും. സിനിമാക്കാരുടെ ഇടയിൽ നിന്നും ഒരുപാട് എതിർപ്പുകൾ ആ സിനിമയ്ക്കുണ്ടായി. അത് കാരണം ആ സിനിമ ആരും അറിയാതെ അങ്ങനെ പോയി. നിങ്ങൾ എവിടെ അന്വേഷിച്ചത്? കുറിച്ച് എന്നിടത്ത് എന്നെ അന്വേഷിച്ചു. കുറുപ്പെന്നൊരാളെ പറ്റി അവരാരും കേട്ടിട്ട് പോലുമില്ല. അവൻ കള്ളനാണെന്ന് ഞാൻ അപ്പോഴേ കരുതിയതാ. ആണുങ്ങളെ കുറിച്ച് അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് ഭാഷ ആവശ്യമില്ലാഞ്ഞിട്ടാ. നേരം എടുത്തോട്ടെ, ഞാൻ കണ്ടുപിടിച്ചോളാം. സുവർണമുഖിനി നെറ്റിയിലാരി സൂര്യതിലകം ചാർത്തി പ്രകൃതിയൊരുക്കിയ പന്തലിലാരുടെ പ്രതിശ്രുതവധുവായി നീ വന്നു. മനസ്സിലായോ? കാണാതെ എങ്ങനെയാ സാർ? ഇവരല്ല നമ്മുടെ ഓഡിയൻസ്. ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ കയറുന്നവരാ നമ്മുടെ ഓഡിയൻസ്. അവർ ഇരുട്ടിലിരുന്നാ സിനിമ കാണുന്നത്. നമ്മൾ ഇരുട്ടിലാണെന്നെങ്കിൽ വിശ്വസിച്ചാൽ മതി. പറയുന്നത് നടികളാകാൻ വേണ്ടി ഇവിടെ വരുന്നവരെല്ലാം അവിടെ പോകും. അമ്മ അനുഗ്രഹിച്ചാൽ രക്ഷപ്പെട്ടു. ഡ്രസ് മാറി ഇരിക്കൂ, ഞങ്ങളൊന്ന് ഡ്രസ് മാറിയിട്ട് വരാം. റെക്കമെൻഡ് ചെയ്താരാന്നറിയോ? നമ്മുടെ പ്രേം സാഗർ സാറാ. കരുമാരൊന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പോഴണ്ണ ഞങ്ങൾക്ക് കോവിൽ പോണം. പൊയ്ക്കോ, അഡ്വാൻസ് വാങ്ങിച്ച് ഇതിലൊരു ഒപ്പ് ഇട്ട് അങ്ങ് സന്തോഷമായിട്ട് പൊയ്ക്കോ. 1000 രൂപയോളം പ്രതിഫലം കിട്ടിയിരുന്നു. പ്രേം സാഗർ തന്നെയായിരുന്നു ഈ ഘട്ടത്തിലും അവരുടെ ഉപദേഷ്ടാവും രക്ഷാധികാരിയും. എന്റെ പൊന്നുമോളെ, എന്ത് കടുങ്കയാണ് നീ ചെയ്തത്? ഞങ്ങൾ ഇങ്ങനെ തീതിയിരിക്കണമായിരുന്നു. അന്വേഷിക്കാൻ ഇനി സ്ഥലമില്ല. നിനക്കൊന്ന് പറഞ്ഞിട്ട് പോരാമായിരുന്നില്ലേ? നിന്റെ ഇഷ്ടം ഇതാണെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും എതിർക്കാൻ വരുന്നു? വാ, വീട്ടിലേക്ക് പോവാം. കല്യാണം കഴിച്ചെന്ന് ഒരാള്, കഴിച്ചില്ലെന്ന് മറ്റൊരാള്. ഇതിലേതാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? നിങ്ങൾ എന്ത് വേണമെങ്കിലും വിശ്വസിച്ചോണം. ദയവ് ഇതൊന്ന് പോകാമോ പ്ലീസ്?
ഗുരുവായൂരപ്പ എന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം? സാരമില്ല, ഞാൻ ഇടയ്ക്കിടെ സൗകര്യം കിട്ടുമ്പോഴൊക്കെ വരാം. ഞാൻ ഇവിടെ വന്നു പോകുന്നുണ്ടെന്ന് നീ ആരോടും പറയാതിരുന്നാ മതി. സൗകര്യം കിട്ടുമ്പോഴൊക്കെയോ? ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാണ്. നീ ഇതത്ര വലിയ കാര്യമാക്കിയത് നിന്റെ തെറ്റ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങൾ. പിന്നെ ഈ കണ്ണികൂടി എന്നൊരു സിനിമയുണ്ട്. ഈ കണ്ണികൂടിയും യവനികയുടെ വേറൊരു രീതിയായിരുന്നു കുറ്റാന്വേഷണത്തിന്. അത് സായി കുമാറിൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു മികച്ച ചിത്രമായിരുന്നു ഈ കണ്ണികൂടി. അതിലൊക്കെ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ മാറ്റി മറ്റൊരാളെന്ന സിനിമ. ഈ മറ്റൊരാളെന്ന സിനിമയിൽ അത് സി വി ബാലകൃഷ്ണൻ്റെ ഒരു കഥയുമായിട്ട് ബേസ് ചെയ്താണ് അദ്ദേഹം ഇറക്കിയത്. അത് മലയാള സിനിമയിൽ അന്ന് വരെ ഉള്ള പ്രമേയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ട് അത് തിയേറ്ററുകളിൽ വലിയ വിജയം നേടും. പക്ഷേ മറ്റൊരാൾ KG ജോർജിൻ്റെ സിനിമാ കരിയറിൽ ഒരു വലിയ ചിത്രമായിരുന്നു മറ്റൊരാൾ. എന്ന് വെച്ചാൽ അസംതൃപ്തമായ ഭാര്യമാരുടെ കഥകൾ ഒരുപാട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ ഭാര്യമാർ അസംതൃപ്തരാകുന്നു? എന്ത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്? അദ്ദേഹം ഒരു കല്യാണം കഴിക്കുന്നു. ആദ്യ കാലങ്ങളിൽ വലിയ മോടിയോടി നടക്കും. പിന്നീട് പതുക്കെ യാന്ത്രികമായി തീർന്ന് അതിൽ കരമന ജനാർദ്ദനൻ അതിന് CMയാണ് റോൾ അഭിനയിക്കുന്നത്. അയാൾക്ക് ആവശ്യമുള്ള ചായ കൊണ്ട് കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, ഷർട്ട് തേച്ച് കൊടുക്കുന്നു, തുണി കഴുകിട്ട് കൊടുക്കുന്നു. കിടപ്പറയിൽ പോലും അദ്ദേഹം പറയുമ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഒരു മെക്കാനിക്കൽ ഒരു യാന്ത്രികമായ ജീവിതം വരുമ്പോൾ സ്ത്രീകൾ പതുക്കെ അതിൽ നിന്നൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ദിവസം പക്ഷെ ആ സ്ത്രീക്ക് പല കഴിവുകളും കാണും. അവരുടെ ഒന്നും കഴിവിനെ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വം പോലും ശ്രദ്ധിക്കാതെ ഭർത്താക്കന്മാർ കഴിഞ്ഞുകൊണ്ട് സ്ത്രീകൾ ഒരു ദിവസം ഒന്നും പറയാതെ അപ്രത്യക്ഷമായി പോവുകയാണ്. ഇത് എല്ലാവർക്കും അറിയാം. ഇനി ചെല്ലുന്ന സ്ഥലവും ഇതിനത്ര നല്ലതായിരിക്കത്തില്ലെന്നറിയാം, അപകടമായിരിക്കുമെന്നറിയാം. എന്നാലും ആ സ്ത്രീ ഇതുവരെ ജീവിച്ച് താൻ ഒരു അടിമയെ പോലെ, തന്നെ ഒരു യന്ത്രം പോലെ കണ്ടത് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വേറെ ഏതോ ലോകത്തിലേക്ക് പോകുന്ന ബാലു എന്ന മമ്മൂട്ടി അഭിനയിക്കുന്ന ക്യാരക്ടറെ തേടി പോകുന്ന ഒരു കഥയാണത്. അത് അന്ന് സ്ത്രീകൾക്ക് അവരുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യവൽക്ക സിനിമയായത്. പക്ഷെ പുരുഷ സമൂഹം ഒന്നടങ്കം അതിനെ തെള്ളിക്കളഞ്ഞു. അങ്ങനെ നിരൂപകരൊക്കെ നല്ലവണ്ണം പ്രശംസിച്ചെങ്കിൽ ആ സിനിമയെ തിയേറ്ററിൽ വിജയം നേടിയില്ല. പക്ഷേ തിയേറ്ററിൽ വിജയം നേടുന്നതിനേക്കാൾ ഉപരി ജോർജ് സാറിൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ തൻ്റെ സ്വാതന്ത്ര്യം, ഓരോ സിനിമയും വ്യത്യസ്തമായിരിക്കണം, ഓരോന്നും മനുഷ്യൻ ഓരോ രുചിക്കൂട്ടുകൾ നേർന്നുകൊടുന്നതായിരിക്കണം. അങ്ങനെ വ്യത്യസ്തമായ പന്താവുകളിൽ ധൈര്യപൂർവ്വം സിനിമ എടുക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഒരാൾ വേറെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രൊഡ്യൂസർ വരുമ്പോഴേ ജോർജ് സാർ പറയും ഈ പടം തിയേറ്ററിൽ ഓടുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ നല്ല ഒരു സിനിമയായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ തന്നെ വിദേശ ചലച്ചിത്രമേളകളിൽ ഇപ്പോൾ ഡോളറുകൾ സമ്പാദിച്ചിട്ടുണ്ട്. അത് നമ്മൾ മറക്കണ്ട. ഏതൊരു സിനിമയും വിദേശ മേളകൾ, എനിക്ക് തോന്നുന്നു ഇത്രയേറെ വിദേശ മേളകളെ പ്രദർശിപ്പിച്ച ഒരൊറ്റ മലയാള ചലച്ചിത്ര സംവിധായകനും ഇല്ല. അതാണ് അദ്ദേഹത്തിൻ്റെ വിജയം. അദ്ദേഹത്തിൻ്റെ സിനിമ ആർട്ട് സിനിമകളെ പോലെ ദുരൂഹമായിരുന്നില്ല. എന്നാൽ കൊമേഴ്ഷ്യൽ സിനിമയിലെ ചേരുവകൾ അദ്ദേഹം ഒഴിവാക്കിയിരുന്നു. ഇത് രണ്ടിൻ്റെ ഇടയിലൂടെ ഒരു പാതയായിരുന്നു അദ്ദേഹം വെട്ടിയെടുത്തത്. അതാണ് പിന്നീട് ഭരതൻ, പത്മരാജൻ പലരും ആ ഒരു KG ജോർജിൻ്റെ പാതയെ നമ്മൾ കണ്ടുവന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സിനിമകൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ സിനിമകളിൽ കൂടെ നമ്മൾ നോക്കുക. മണ്ണെന്നൊരു സിനിമയുണ്ട്. അതിൽ ഒരു നമ്മുടെ ഇന്നത്തെ ദൈവസങ്കല്പങ്ങൾ കാണും. ഒരു അമ്പലം ഉണ്ടാകുന്നു, ആൾക്കാർ വരുന്നു, ഈ ആൾക്കാരുടെ അടിമകളായിട്ട് പോകുന്നു. അത് മിഥ്യയോ യാഥാർത്ഥ്യമോ എന്നറിയാതെ അമ്പലങ്ങളിൽ പോകുന്നു. മനുഷ്യൻ്റെ ദുഃഖങ്ങൾക്ക് അത് അറുതിയും കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് സിനിമകൾ ഈ സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അതിനെ സറ്റേറെന്ന് വിളിക്കുക, ഒരു പരിഹസിച്ചുകൊണ്ട് എന്താണ് ജനത, എന്താണ് സമൂഹം, അതിൻ്റെ നേരെ കാണിച്ച കണ്ണാടിയായിരുന്നു ജോർജ് സാറിൻ്റെ സിനിമകളൊക്കെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ സമീപന രീതിയിൽ കൂടെ എല്ലാം മലയാളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ മികച്ച സിനിമകളായി മാറി. ഇന്ന് ജോർജ് സാറിൻ്റെ സിനിമകൾ വളരെ കുറച്ച് സിനിമകൾ എടുത്തിട്ടുണ്ടെങ്കിലും അതെല്ലാം മലയാളത്തിലെ ഓരോ നാഴികക്കല്ലുകളാണ്. ഇന്നും മലയാളികൾക്ക് മറക്കാനാവാത്ത ഒരു സംവിധായകനായി KG ജോർജ് നിൽക്കുന്നു.